ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എനിക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേർക്ക് ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയാണ് കച്ചവടം ചെയ്യുന്നത്, എങ്ങനെയാണ് ഓർഡർ എടുക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാനൊരു സെയിൽ വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് കുറേ പേരൊക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ നമ്മുടെ പാലക്കാടുള്ള മുരളിച്ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടൻ രാവിലെ പോകാൻ നേരത്തും വൈകിട്ട് വന്ന ശേഷമൊക്കെ വിളിച്ച് ഒരുപാട് സന്തോഷത്തോടു കൂടെയാണ് കേട്ടോ കച്ചവടമൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് വിളിച്ചത്. അപ്പോൾ നിങ്ങൾക്കും ഒരുപാട് പേർക്ക് ഇതുപോലെയൊക്കെ കച്ചവടങ്ങളും എന്തെങ്കിലുമൊക്കെ ഒരു വരുമാന മാർഗമാവട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ പുതുപ്പള്ളി തെരുവിലുള്ള ഒരു തൗഫീക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ ഷൊർണൂർ, കരുനാഗപ്പള്ളി, പിന്നെ പട്ടാമ്പി, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇക്ക പറയുന്ന അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ മാത്രമേ എനിക്കറിയുള്ളൂ. ഇക്കായുമായിട്ടാണ് അവരെല്ലാം വിളിച്ച് കോണ്ടാക്ട് ചെയ്യുന്നതും ഇക്കയാണ് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു കൊടുക്കുന്നതും. ഞാൻ ആദ്യം ഈ കടയിലാണ് വന്നത്. അപ്പോൾ നമ്മൾ കൊടുത്ത ബോർഡൊക്കെ കുറേയൊക്കെ കഴിയാനായി കിടക്കുന്നുണ്ട്. അങ്ങനെ കഴിഞ്ഞ സാധനങ്ങളൊക്കെ ഞാൻ വെച്ചു. അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ട അനുസരിച്ച് ജസ്റ്റ് കൊടുക്കുന്ന കടയിലൊക്കെ ചെറിയ ചെറിയ വീഡിയോസാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ഞാൻ മുമ്പേ ഓർഡർ എടുത്ത് കൊടുത്ത കടകളാണ്. അപ്പോൾ ഈ കടയിലേക്ക് ഞാൻ 1/4 കിലോൻ്റെ പാക്കറ്റുകളൊക്കെ നിറച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, പച്ചപ്പട്ടാണി ഒക്കെ. അപ്പോൾ ഈ കാണിക്കുന്ന ഈ പാക്കറ്റ് ഐറ്റംസ് പോലെയൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് പുലരീൻ്റെ ഒരു സ്പെഷ്യൽ മിച്ചറാണ് കേട്ടോ. റീപാക്കിംഗ് അല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിവുള്ളവർ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് കാണും. അപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് ഇതൊക്കെ ചെയ്തിട്ട് കടകളിലും കൊടുക്കാം, അല്ലെങ്കിൽ ഹോൾസെയിൽ ഷോപ്പുകളിലൊക്കെ കൊണ്ട് വെച്ച് കൊടുക്കാൻ പറ്റും. ആദ്യമായിട്ട് കച്ചവടം തുടങ്ങിയപ്പം എനിക്കും ചെറിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓർഡർ എടുക്കാനും നമുക്ക് മറ്റുള്ളവരുടെ അടുത്ത് സംസാരിക്കാനും ഒക്കെ ഉള്ള ബുദ്ധിമുട്ട്. അത് പോകെ അതെല്ലാം ഇപ്പോൾ ശരിയായി. അപ്പോൾ തുടങ്ങിയവരും തുടങ്ങാനിരിക്കുന്നവരും ആരും മടിച്ചിരിക്കുകയൊന്നും വേണ്ട. അപ്പോൾ ഈ ഇതുപോലെയുള്ള മിഠായികളൊക്കെ നമുക്ക് ഹോൾസെയിലായിട്ട് എടുക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്കൊരു എടുത്തുകൊണ്ട് വന്ന് ഇത് കണക്ക് കടകളിലൊക്കെ സെയിൽ ചെയ്യാൻ പറ്റും. ഞാൻ ആദ്യം ഈ സെയിലിന് ഇറങ്ങിയപ്പം ഞാൻ വിചാരിച്ചു ഞാൻ മാത്രമേ കാണുള്ളൂ ഈ ഒരു ഫീൽഡിൽ ലേഡി ആയിട്ട് എന്നാണ്. പക്ഷെ അങ്ങനെയല്ല. കുറേ ഇടത്തൊക്കെ ലേഡീസ് വന്ന് സാധനങ്ങൾ ഇതുപോലെ വെച്ചിട്ട് പോകുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. പിന്നെ മാർക്കറ്റിൽ തന്നെ വന്നപ്പം ലേഡീസ് TVS ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഓട്ടിച്ച് 2 സൈഡിലും സഞ്ചിയൊക്കെ തൂക്കിയിട്ട് കുറേ മിഠായികളും ഒരുപാട് ഐറ്റംസൊക്കെ എടുത്തുകൊണ്ട് പോയി ഇതുപോലെ കടകളിൽ സെയിൽ ചെയ്യുന്നതായിട്ട് ഞാൻ നേരിൽ കണ്ടു. അപ്പോഴാണ് എനിക്ക് കുറച്ച് ആശ്വാസമായത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ റൂട്ട് വന്നിരിക്കുന്നത് തിരുനെല്ലായിലോട്ടാണ്. അപ്പോൾ ഇതായി ഇരിക്കുന്ന ഇതൊക്കെയാണ് ഫ്രെയിംസുകൾ, എണ്ണയിലിട്ട് വറുത്തെടുക്കുന്നതാണ്. ഇത് നമുക്ക് ഹോൾസെയിലായിട്ട് എടുക്കാൻ കിട്ടും. അപ്പോൾ അതെടുത്ത് നമുക്കിതുപോലെ പാക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇവിടെ വേറെയും കുറേ ഐറ്റംസൊക്കെ കണ്ടു. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയയ്ക്ക് വേണ്ടിയിട്ട് കാണിക്കുന്നതാണ്. മേലാമുറിയിൽ ഇതൊക്കെ ഹോൾസെയിലായിട്ട് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുറേ ആൾക്കാർ ഇതൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇങ്ങനെ ലൈൻ സപ്ലൈയിൽ കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു വീട്ടിൽ തന്നെ ഉള്ള കടയാണ്. താത്തായും കാക്കായും കൂടെയാണ് കട നോക്കുന്നത്. ഞാനിവിടെ വന്നപ്പോൾ കാക്ക ഈ ചിക്കൻ മസാല പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതിൽ കാണിക്കുന്നുണ്ട്. കോൺഫ്ലോർ മിക്സ് ചെയ്ത് വരുന്ന ചിക്കൻ മസാലയാണ്. അത് ഇതിങ്ങനെ പാക്കറ്റിലാക്കിയിട്ട് അത് മെഴുകുതിരി വെച്ച് ഒട്ടിച്ചെടുക്കുകയാണ്. പല കടയിലും പോകുമ്പം ഓരോ വെറൈറ്റി ഫ്രെയിംസുകളാണ് കാണുന്നത്. അപ്പോൾ എന്നെപ്പോലെ തന്നെ ഒരുപാട് പേര് ബോർഡ് ഐറ്റംസ് ചെയ്യുന്ന കച്ചവടക്കാരുണ്ട് കേട്ടോ. പിന്നെ ആ ബോർഡിൽ ടോയ്സൊക്കെ വെച്ച് ജീരക മിഠായി വെച്ച് നിറച്ചിട്ടുള്ളതാണ്. അതേപോലെ ബലൂണ്, പിന്നെ വെറൈറ്റി ടോയ്സൊക്കെ ഉള്ളത് ഞാൻ മേലാമുറി പോകുമ്പോഴും കാണാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഹോൾസെയിലായിട്ട് നമുക്ക് ടോയ്സുകളൊക്കെ വളരെ വിലക്കുറവിൽ കിട്ടും. അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ട് വന്ന് ചെറിയ ചെറിയ ബോർഡുകളാക്കിയിട്ട് ഇതുപോലെയൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പോൾ കുറേ പേരൊക്കെ ഇതിൽ ലാഭം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ലാഭമില്ലാണ്ട് നമ്മൾ ഒരു പരിപാടിക്ക് ഇറങ്ങില്ലല്ലോ. പിന്നെ നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ചിരിക്കും നമ്മുടെ ലാഭം. നമ്മൾ ഡെയിലി പോവുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ വരുമാനം കിട്ടും. നമ്മൾ എങ്ങനെയാണ് പോകുന്നത് അതിനനുസരിച്ചുള്ള വരുമാനമായിരിക്കും നമുക്ക് കിട്ടുക കേട്ടോ.
പിന്നെ ഞാൻ ഡെയിലി പോകുന്നില്ല, ഞാൻ ആഴ്ചയിൽ 2 വട്ടമാണ് പോകുന്നത്. പിന്നെ എനിക്ക് അടുത്തുള്ള കടകളൊക്കെ ഉണ്ട്, അവിടെ നിന്നൊക്കെ ഡെയിലി നമുക്ക് ഏതെങ്കിലും കടകളിൽ നിന്നൊക്കെ വിളിക്കും. പിന്നെ മേലാമുറി മാർക്കറ്റിലോ ഹോൾസെയിലായിട്ട് സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്, അതൊക്കെ കൊടുക്കും. പിന്നെ ലൈൻ സപ്ലൈ ആഴ്ചയിൽ 2 ദിവസമാണ് കൊടുക്കുന്നത്. അപ്പോൾ തിരുനെല്ലായിലൊക്കെ സാധനങ്ങൾ കൊടുത്ത് തന്നപ്പോൾ നേരെ സ്റ്റേഡിയത്തോട്ടാണ് വന്നത്. പിന്നെ ഞാൻ കൊടുത്ത എല്ലാ കടകളൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ, കുറേയൊക്കെ വിട്ടിട്ടുണ്ട്. കുറേ അധികം പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ ഇത് കൊറിയർ അയച്ചു തരുമെന്ന്. കൊറിയർ അയച്ചിട്ടൊക്കെ സെയിൽ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ലാഭം മൊത്തം കൊറിയർ ചാർജ് പോവുക. ആദ്യം ഒരു സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ കാണും, എന്തായാലും തുടങ്ങിക്കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്ത നല്ല രീതിയിൽ ഒരു വരുമാനം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൾ വിളിച്ചാൽ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്ത് തരാം. നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ കച്ചവടം കഴിഞ്ഞു നേരെ പോയി ഇനി അടുത്ത പാക്കിങ്ങിനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ടാണ് പോകുന്നത്. കവറും പിന്നും ഒക്കെ ഉണ്ട്. ഇനി പോകുന്ന വഴിക്ക് ബാക്കി സാധനങ്ങളും കൂടെ എടുക്കണം. അപ്പോൾ ഇനി ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്.